ഹലോ, അപ്പോൾ ഇതെൻ്റെ 2 ദിവസത്തിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറേ കുക്കിങ്ങും പിന്നെ ഷോപ്പിംഗ്, സിനിമ എല്ലാം കൂടി നിറഞ്ഞൊരു വീഡിയോ ആണ്. ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഉണ്ണി നന്നായി. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഫിഷ് മേടിക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. അപ്പോൾ ഉണ്ണിക്ക് ഫിഷൊക്കെ കാണിച്ച് കൊടുക്കുകയാണ്. കുറേ മീനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്രോൺസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വലിയ ടൈപ്പ് ഒരു മീനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നു ചട്ടി മേടിക്കണം എന്ന്. എൻ്റെ ഒരു ചട്ടി ഉണ്ടായിരുന്നു, പിന്നെ ഒരു ചട്ടിയും കൂടിയും ചെറുതൊന്ന് മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചട്ടിയൊക്കെ മേടിച്ചു. ഞാൻ ചട്ടിച്ചോറ് മേടിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ കൂടെ ചട്ടി ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. അതിന് അത്ര റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. വലിയൊരു ചട്ടിയായിരുന്നു, ഞാൻ എപ്പോഴും യൂസ് ചെയ്യണ ചട്ടി. അപ്പോൾ എനിക്ക് കുറേ ആയിട്ട് ഇങ്ങനെ ഞാൻ വിചാരിക്കണം ഒരു ചട്ടി മേടിക്കണം എന്ന്. അപ്പോൾ പാലക്കാട് വന്നപ്പോൾ കുറച്ച് റേറ്റ് കമ്മിയാവുമല്ലോ ഇവിടെ. അങ്ങനെ നോക്കി, പക്ഷേ 200 സംതിങ് ആയിട്ടോ. ഒരു സാധാ ചട്ടി മേടിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹത്തിന് ശേഷം ചട്ടി മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എന്നും ചട്ടിയിൽ ഓരോന്ന് ഉണ്ടാക്കണം, ഫുഡ് കഴിക്കണം, അതിനൊക്കെ കുക്കിങ്ങിനും എല്ലാത്തിനും കൂടി പറ്റിയൊരു ചട്ടിയാണ് കേട്ടോ മേടിച്ചിരിക്കണം. നല്ല ചട്ടിയാണ്. അവരിങ്ങനെ കൊട്ടിയപ്പോൾ നല്ല സൗണ്ടൊക്കെ കേട്ടു. അപ്പോൾ നല്ലതാന്ന് അറിഞ്ഞപ്പോൾ അത് മേടിച്ചതാട്ടോ. അപ്പോൾ ഞാൻ ചട്ടി കാണിച്ചു തരാം. അപ്പം ഞാനിത് എനിക്ക് തന്നെ മേടിച്ചൊരു സർപ്രൈസ് ഗിഫ്റ്റാണ്. എനിക്കങ്ങനെ സർപ്രൈസ് ഗിഫ്റ്റ് തരാനൊന്നും ആരില്ല. അപ്പം അത് ഞാൻ തന്നെ ചെയ്തു. എൻ്റെ ചട്ടി എങ്ങനെയുണ്ട്? മീൻ വറക്കാൻ, ചോറുണ്ണാം, ചട്ടിച്ചോറ് കഴിക്കാം. ഇനി ഫുൾ കുക്കിങ്ങും ഇതിലായിരിക്കും. നല്ല ചട്ടിയാണ് പറഞ്ഞു. കണ്ടോ, കൊട്ടുമ്പോൾ എന്തോ സൗണ്ടൊക്കെ ഉണ്ട് പറഞ്ഞു, എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് കുക്കിംഗ് ചെയ്യാം, ചോറുണ്ണാം, എല്ലാം ചെയ്യാം. അപ്പം ഇനി ഫുൾ വീഡിയോ ഭക്ഷണം ഇതിലായിരിക്കും. അപ്പം ഞാൻ ഇതിൽ കുക്കിംഗ് ഒന്നും ചെയ്യണില്ല. അപ്പം ഞാൻ മയക്കി ഉണ്ടായിരുന്നില്ല കേട്ടോ. നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തു. കടലമാവൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചട്ടിയിലൊക്കെ ഇങ്ങനെ ഡിഷ് വാഷൊക്കെ ഇട്ടിട്ട് കഴുകണേക്കാട്ടും നല്ലത് ഇങ്ങനെ കടലമാവ് അങ്ങനെയൊക്കെ ഇട്ടിട്ട് കഴുകേണ്ടതായിരിക്കും കേട്ടോ നല്ലത്. കാരണം അതിലിങ്ങനെ പറ്റി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. കുറേ ഹോൾസ് ആണല്ലോ ഉണ്ടാവുക. അപ്പോൾ അതിലിങ്ങനെ ഒന്നും പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കടലമാവ് ഇട്ട് ചെയ്യേണ്ടത് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ റാഗി അങ്ങനെയൊക്കെ ഇട്ടിട്ട് റാഗി പൊടി അതൊക്കെ വെച്ചിട്ട് ചെയ്യാം. പിന്നെ ഞാൻ അങ്ങനെ ഉണ്ണിക്കൊരു ജ്യൂസ് ഉണ്ടാക്കി കേട്ടോ. പൊമഗ്രാനൈറ്റും പിന്നെ പാലൊക്കെ ഒഴിച്ചിട്ട് അവനൊരു ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഉണ്ണിക്കും അങ്ങനെ നല്ല ഇഷ്ടമായി. പിന്നെ അതിന് ശേഷം ചട്ടി നമ്മൾ പുതിയതായിട്ട് മേടിച്ചതാണല്ലോ. അപ്പോൾ ഞാനത് ഉദ്ഘാടനം ചെയ്തു കേട്ടോ. ചട്ടിച്ചോറാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ചട്ടിയിൽ കുറച്ച് ചോറിട്ട് പിന്നെ പനീറിൻ്റെ കറി ഉണ്ടായിരുന്നു, കൂർക്ക ഉപ്പേരി ഉണ്ടായിരുന്നു, തൈരും പിന്നെ നെല്ലിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഉണ്ണിക്ക് ചട്ടിയിൽ കൊടുത്തത് അവനൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ട്, അപ്പോൾ ഉണ്ണിക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവനതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കൂർക്ക ഉപ്പേരിയും എല്ലാം ഉണ്ടായിരുന്നു, പനീറിൻ്റെ ഒരു കറി ഉണ്ടായിരുന്നു, തൈരും എല്ലാം കൂടി ഇട്ട് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ നെല്ലിക്കയും എല്ലാം ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ചോറിന്. ഞാൻ ആദ്യം പ്ലേറ്റ് അന്വേഷിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. മണ്ണിൻ്റെ ഇങ്ങനെ പ്ലേറ്റ് ഉണ്ടാവുമല്ലോ, അത് അന്വേഷിച്ച് പോയപ്പോൾ അവിടെ അത് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതാവുമ്പോൾ നമുക്ക് കുക്കിങ്ങും ചെയ്യാൻ പറ്റും പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ കുക്കിങ്ങും ചെയ്യാം. പിന്നെ ചെറിയ പ്ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് അതിൽ ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാം കൂടി കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം വലിയമ്മ ഇത്തിരി പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കുടിച്ചു. പിന്നെ നമ്മൾ സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അമരൻ പറഞ്ഞ മൂവിക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. നല്ല മൂവി ആയിരുന്നു. എല്ലാവരും ഞാനിപ്പോൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. പോണതിന് മുമ്പേ മൂവി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കരയോ എന്നൊക്കെ ചോദിച്ചിട്ട് വീഡിയോ എടുക്കുന്നത്, പിന്നെ അതിന് ശേഷം കരഞ്ഞിട്ടുള്ള വീഡിയോ എടുക്കുന്നത്. പക്ഷെ ഞാൻ മുമ്പേ കരയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വലിയമ്മടുത്ത്. അങ്ങനെ വീഡിയോ എടുത്തു. പക്ഷെ ഞാൻ തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ കരച്ചിലായിരുന്നു. അത്രയ്ക്ക് സൂപ്പറായിട്ടുള്ള ഒരു മൂവി ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ആർമി ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൂവി ആയിരുന്നു കേട്ടോ. കരയോ സിനിമ കണ്ടിട്ട്? കരയോ? അങ്ങനെ നല്ലൊരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു മൂവി ആയിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു.
പിന്നെ ഞങ്ങൾ വരുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, അയ്യോ ഒന്ന് വെള്ളിയാഴ്ചയാണ്, ഞങ്ങൾ വ്യാഴാഴ്ചയാണ് പോയത്, പിറ്റേ ദിവസം വെള്ളിയാഴ്ചയാണ്. അപ്പോൾ അവിടെ കുറേ കുട്ടികൾ നിന്നിട്ട് എന്തൊക്കെയോ പോസ്റ്റർ ഒട്ടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, പിന്നെയാണ് അറിഞ്ഞത് പുഷ്പ 2ൻ്റെ റിലീസാണെന്ന്. അയ്യോ ഞാൻ അപ്പം എനിക്ക് ഇങ്ങനെ എന്തോ അവിടെ തന്നെ ഞാൻ നിന്നാലോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയിട്ടാ. കാരണം എനിക്ക് ഫസ്റ്റ് ഡേ തന്നെ റിലീസിൻ്റെ അന്ന് ഒരു മൂവി കാണണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമാണ്. പക്ഷെ ഇതുവരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ കുറേ കുട്ടികൾ അവിടെ നിന്നിട്ട് പോസ്റ്ററൊക്കെ ഒട്ടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും പുഷ്പ 2 ഭയങ്കര ഹിറ്റാവുമല്ലോ, അത്ര നല്ല മാസ് പടമായിരിക്കും. അപ്പം എനിക്ക് കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു. സിനിമ കണ്ടിട്ട് സിനിമ ഇഷ്ടായോ? നല്ല ഇഷ്ടായോ? പിന്നെ ഞങ്ങൾ വരുമ്പോൾ അപ് ടൗൺ പറഞ്ഞിട്ട് പാലക്കാടത്തെ ഏറ്റവും വലിയ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ബിരിയാണിയൊക്കെ മേടിച്ചു കേട്ടോ. അപ്പോൾ അവിടുത്തെ മാനേജർ പറഞ്ഞു, ഇപ്പോൾ ഇവിടെ മോഹൻലാൽ ഉണ്ട്, ഇവിടെ എവിടെയോ ഒരു ഹോട്ടലിൽ മോഹൻലാൽ ഉണ്ട്, അപ്പോൾ ഇവിടുന്ന് ഫുഡൊക്കെ പാർസൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇല്ല, അവർക്ക് തന്നെ അറിയില്ല ഏത് ഹോട്ടലിലാണെന്നൊക്കെയാണ് പറഞ്ഞത്. പുണ്ണി ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ എന്നമ്മാർ ബിരിയാണിയൊക്കെ മേടിച്ചിട്ട് പോയി. കൈ കഴുകിയിരിക്കണോ? വിശക്കുണ്ടോ? ഓക്കെ. പിന്നെ അങ്ങനെ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും നെല്ലിക്ക് മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വിചാരിച്ചിട്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ചട്നി വന്നപ്പോൾ കുറച്ച് ചട്നിയും കൂടി ഒഴിച്ച് കഴിച്ചിട്ടു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കടല മാത്രമായിട്ട് വല്യമ്മ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വേവിച്ചിട്ട്. അപ്പോൾ കടലയും കൂട്ടി കഴിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്ക് എന്തുണ്ടാക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. കുറച്ച് നേരം അങ്ങനെ അതിരുന്ന് ആലോചിച്ചു എന്തുണ്ടാക്കണം എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നലെ പ്രോൺസ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും പിന്നെ ഫിഷ് ഫ്രൈ പൊള്ളിക്കാം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ലാസ്റ്റ് പ്രോൺസ് ബിരിയാണിയിലെത്തി. പിന്നെ മീൻ പൊള്ളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാം. അതിനായിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, അങ്ങനെ എല്ലാം ഇനി എന്തെങ്കിലും വേണമെന്ന് വെച്ചാൽ അതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടി ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞിട്ട് മസാല ആക്കിയതിന് ശേഷം ഞാൻ പ്രോൺസ് ഇട്ടിട്ട് ഒന്ന് കുറച്ച് നേരം മാഗ്നേറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ ആദ്യം പ്രോൺസ് ഒന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ എല്ലാം മിക്സ് ഒന്ന് ആക്കിയതിന് ശേഷം ഇനി നമുക്ക് പ്രോൺസും കൂടി ഇട്ട് കൊടുക്കാം. അതൊരു 10-15 മിനിറ്റ് ഇങ്ങനെ മാഗ്നേറ്റ് ചെയ്തിട്ട് വെക്കാം കേട്ടോ. പിന്നെ പാൻ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് ആദ്യം പ്രോൺസ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പം ഞാനിതാ പ്രോൺസ് എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രോൺസിൻ്റെ 2 സൈഡ് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് 2 സൈഡ്. നമുക്ക് ഇനി അത് പ്രോൺസ് ഒന്ന് വേറൊരു പാത്രത്തേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. നമുക്ക് എന്നിട്ട് ഇതിൽ തന്നെ ഈ പാനിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം അതിൻ്റെ മസാല, ബിരിയാണിക്ക് വേണ്ട മസാല. അപ്പോൾ പ്രോൺസ് ബിരിയാണി വെക്കണം, പിന്നെ ഇനി മീൻ പൊള്ളിക്കണം, അങ്ങനെ ഒന്ന് കുറേ കുക്കിംഗ് ചെയ്യണ ഒരു ദിവസം കൂടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വല്യമ്മ വന്നിട്ട് റെസിപ്പിയൊക്കെ ചോദിച്ചു പോകുന്നുണ്ട്. പിന്നെ ഫ്രൈ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ, ചൂട്ടോട് കൂടിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, മസാല എല്ലാം കൂടിയിട്ട് നന്നായി പിടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചൂട്ടോട് കൂടിയിട്ട് അങ്ങനെ കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഉണ്ണിക്കൊരു പീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇടയിൽ അവനും വന്ന് തിന്നാൻ തുടങ്ങി. ചൂടുണ്ടോ? സൂപ്പർ. മോഷ്ടിക്കല്ലേ, ബിരിയാണി ഉണ്ടാക്കാൻ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള പ്രോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് മസാല കൂടി ആക്കണം കേട്ടോ. എന്നിട്ട് പ്രോൺസ് ഫ്രൈ ചെയ്തതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം കുറച്ച് ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, പട്ട ഇട്ടിട്ടില്ല കേട്ടോ, ഗ്രാമ്പു, ഏലക്ക, പിന്നെ സവോള ഒക്കെ ഒന്ന് ആഡ് ചെയ്തു. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴട്ടിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ആവട്ടെ. അപ്പോൾ നമ്മൾ ഈ മസാല റെഡി ആയതിന് ശേഷം പ്രോൺസും കൂടി ഇതിലേക്ക് ഇടാം കേട്ടോ. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്, റൈസും മസാലയൊക്കെ കൂടിയിട്ട്. അപ്പം നമ്മളുടെ ഉള്ളി ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്,
മല്ലിപ്പൊടി അങ്ങനെ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എത്ര ഇടുന്നതൊന്നും പറയുന്നില്ല, കാരണം ഓരോരുത്തരുടെ എരിവും ടേസ്റ്റൊക്കെ പ്രത്യേകതയാവും. അപ്പോൾ ഞാൻ അങ്ങനെ കണക്കൊന്നും പറയുന്നില്ല. എൻ്റെ ഇവിടെ ഇങ്ങനെ ഉണ്ണിയുള്ളത് കൊണ്ട് അവൻ അത്രയ്ക്ക് എരിവൊന്നും പറ്റില്ലല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ 1-2 ചെറിയ സ്പൂണൊക്കെ ഇട്ടോ ഇടാറുള്ളൂ. പിന്നെ അതിന് ശേഷം തക്കാളി പേസ്റ്റ് ആക്കിയിട്ടാണ് കേട്ടോ ഇടുന്നത്. ഒരു 2 തക്കാളി പേസ്റ്റ് ആക്കിയിട്ട് ഇടുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളുടെ എത്ര അനുസരിച്ചിട്ട് ഇടാം കേട്ടോ, ക്വാണ്ടിറ്റി ഒക്കെ കുറച്ച് ഇടണുള്ളൂ. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് ആവട്ടെ. റെഡി ആയിട്ടുണ്ട്. ഇനി ബിരിയാണി മസാല ആക്കണം, പിന്നെ മീൻ പൊള്ളിക്കാനുള്ള മസാലയും രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. ബിരിയാണിയുടെ റൈസ് ഇതുവരെ വെച്ചിട്ടില്ല. ഞാൻ ബിരിയാണിയുടെ മസാലയും മീൻ പൊള്ളിക്കാനുള്ളത് അതിൻ്റെ മസാലയൊക്കെ ഒരുമിച്ചാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ചാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ലല്ലോ, അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ടാട്ടോ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മുടെ മസാല അതിന് ശേഷം ഞാൻ പ്രോൺസും കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസും കൂടി അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ഉള്ളിയും കരിവേപ്പിലയും കൂടി വന്നിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ മസാല നല്ല ആയിട്ടുണ്ട്. പിന്നെ ഇനി അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ പൊള്ളിച്ചതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ളത് ഉണ്ടാക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. സവാള ഒരു പിടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് ആയിട്ട് വരട്ടെ. അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, മസാലകൾ അങ്ങനെ ഫിഷ് മസാല ഒക്കെ വാങ്ങിച്ച് ആഡ് ചെയ്യാം. ഇപ്പം ഞാനതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് അതൊന്ന് ആയിട്ട് വരട്ടെ. പിന്നെ ആയിട്ട് വരുന്നതിന് ശേഷം ഞാൻ ഒരു തക്കാളിയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളൂ. മീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയിൽ ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് നന്നായിട്ട് സ്മോൾ പീസസ് ആയിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മസാല ഒന്ന് വഴണ്ട് വരണം. അപ്പോൾ നമുക്ക് മീനിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടല്ല, നല്ല ഭംഗിയിൽ വരണം കേട്ടോ. അപ്പോൾ എന്താ നന്നായിട്ട് മസാലയും തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്, നല്ല മസാല ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഫിഷും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 2 സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫിഷിലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇനി നമുക്കൊരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഈ മീനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് 2 സൈഡ് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്കത് പൊള്ളിക്കാൻ കൂടി ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി. അപ്പോഴേക്ക് ഞാൻ വാഴയില പോയിട്ട് പൊട്ടിച്ചിട്ട് വരാം കേട്ടോ. ആ മീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള വാഴയില പൊട്ടിക്കാൻ പോയപ്പോഴേക്കും പൂച്ചക്കുട്ടികളൊക്കെ എൻ്റെ പിന്നാലെ തന്നെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല സ്മെല്ലൊക്കെ അടിച്ചിട്ട് ആണ് തോന്നുന്നു എൻ്റെ പിന്നാലെ അങ്ങനെ വരുന്നുണ്ടായിരുന്നു. മീൻ വറക്കണതിൻ്റെ ഒക്കെ സ്മെല്ലുണ്ടല്ലോ, ചിലപ്പോൾ അതായിരിക്കും. ചെറിയ 2 പൂച്ചക്കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ല 2 വാഴയിലൊക്കെ പൊട്ടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. 2 മീനല്ല നമ്മളുടെ കയ്യിലുള്ളത്. അപ്പോൾ അതൊന്ന് പൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വാഴയിലയിൽ ഒന്ന് ആദ്യം വാട്ടി അതിന് ശേഷം 2 സൈഡിലും മസാല ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ആദ്യം കുറച്ച് മസാല ഇട്ടതിന് ശേഷം മീനിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ മീൻ വെച്ചു. പിന്നെ വീണ്ടും കുറച്ചും കൂടി മസാല നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് കരിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വാട്ടിയിട്ട് വരുമ്പോൾ നല്ലൊരു സ്മെല്ലും ടേസ്റ്റൊക്കെ ആവും. മീൻ ഇതാ നന്നായിട്ട് മസാലയൊക്കെ ആക്കി നല്ല കെട്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഫൈനൽ റിസൾട്ട് ഇങ്ങനെയാണ്. ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഫോട്ടോ പൊള്ളിച്ചതിൻ്റെ ഒക്കെ ഒരു ഫോട്ടോ ലാസ്റ്റ് കാണിച്ചു തരാം. ഇനി നമുക്ക് പ്രോൺസ് ബിരിയാണിക്ക് വേണ്ട മെയിൻ ഐറ്റമായ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അരിക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1.5 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ജീരകം, കുരുമുളക്, പിന്നെ ബേ ലീവ്സ് അതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നന്നായിട്ട് അതൊന്നും കൂടി നമുക്ക് വെള്ളത്തിലിട്ടിട്ട് 1/2 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച അരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് നെയ്യ്, 1 സ്പൂൺ നെയ്യും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്ര വേണ്ടുള്ളൂ. അപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ വാങ്ങിച്ചിടാം കേട്ടോ. ഞാനത് ഇട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് 1 വിസിൽ അടിക്കുന്നുണ്ട് കേട്ടോ.
അപ്പം നമ്മളുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേഗം ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മളുടെ ബിരിയാണിയും ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പ്രോൺസ് ബിരിയാണി ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഉണ്ണിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉറക്ക ഭ്രാന്തിലായിരുന്നു, കാരണം കുറച്ച് ഉണ്ടാക്കി വന്നപ്പോഴേക്കും ലേറ്റായി. അപ്പോൾ ഉണ്ണിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അവന് ബിരിയാണി കൊടുത്തു കേട്ടോ. അവന് നല്ല ഇഷ്ടമായി. അവൻ ബിരിയാണി ആയോ ചോദിച്ചിട്ട് എൻ്റെ പിന്നാലെ നടക്കുകയായിരുന്നു. ആയപ്പോഴേക്കും അവൻ ഉറക്കമൊക്കെ വന്നു. പിന്നെ അങ്ങനെ കുറച്ച് വായൊക്കെ കഴിച്ച് അവൻ അങ്ങനെ കിടന്നുറങ്ങി കേട്ടോ. പിന്നെ ഞാൻ ചട്ടി ചോറും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ചട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒന്നല്ലേ. അപ്പോൾ അതിലേക്ക് ആദ്യം ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊന്നി അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നല്ല പൊന്നി അരിയുടെ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ചൂട് ചോറാണ്. പിന്നെ അതിലേക്ക് ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചമ്മന്തി ഒരു ഉരുളയാക്കിയിട്ട് അത് വെച്ച് കൊടുക്കുന്നുണ്ട്. തേങ്ങയും കുറച്ച് കരിവേപ്പില, വറ്റൽമുളക്, എണ്ണ, ഉപ്പ്, മുളക് പൊടി, അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഓംലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഓംലേറ്റും കൂടി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഫേവററ്റ് ചെറുപയർ ഉപ്പേരി ആയിരുന്നു കേട്ടോ. പിന്നെ അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ഞാൻ വലിയച്ഛന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ, ചട്ടിച്ചോറ്. കാരണം ഇന്നലെ ഞാൻ ചട്ടിയിൽ കഴിച്ചല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വലിയച്ഛന് ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ച ചട്ടിച്ചോറ്. പിന്നെ കുറച്ച് അച്ചാറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ തൈര് ഒഴിക്കാൻ ഞാൻ മറന്നുപോയി. അപ്പം അങ്ങനെ പിന്നെ നമ്മളുടെ മീൻ പൊള്ളിച്ചതും കൂടി ഉണ്ട്. എല്ലാം ബ്രാഹ്മിൻസിൻ്റെ അച്ചാറായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, മാങ്ങ അച്ചാർ. അപ്പം നമ്മളെ ചട്ടിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ഒരു അട്രാക്റ്റീവ് ആകുമ്പോൾ ആൾക്കാർക്ക് കഴിക്കാനും നല്ല ഇഷ്ടമാണ്. ഇങ്ങനെയൊക്കെ കൊടുത്ത് എൻ്റെ ഉണ്ണിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതാ നമ്മളുടെ വിഭവങ്ങളൊക്കെ കൂട്ടിയിട്ട് ലാസ്റ്റ് ഞാൻ മീൻ പൊള്ളിച്ചതും കൂടി അതിൻ്റെ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ചമ്മന്തി, ഉപ്പേരി, മുട്ട, അച്ചാർ. സിമ്പിളാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഉപ്പേരിയാണ്. അപ്പോൾ ഇതാ നമ്മളെ ചട്ടിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വലിയച്ഛൻ്റെ ചിരി കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു. കാരണം നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഇങ്ങനെ കുറേ ഇങ്ങനെ കുക്ക് ചെയ്ത് അവരുടെ ചിരിയൊക്കെ കാണുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷം. അങ്ങനെ ഉണ്ണി അപ്പളിക്കും വെള്ളമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ മീൻ പൊള്ളിച്ചതൊക്കെ ആക്കി കൊടുത്തു. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു. വാവ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, നല്ല സ്മെല്ല് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് സന്തോഷം കൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തു കേട്ടോ. ഇങ്ങനെ കഴിക്കണൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തെ ആ സന്തോഷം കാണുമ്പോൾ നമുക്ക് അറിയാലോ എത്രത്തോളം ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ. അപ്പോൾ ഞാൻ കുറച്ച് വായ കഴിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മീൻ പൊള്ളിച്ചത് ഇതാ എല്ലാം വലിയച്ഛൻ്റെ ആ ചിരിയും കഴിക്കണതൊക്കെ കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സും വയറും ഒക്കെ നിറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ നമ്മളുടെ ആൾക്കാർക്കൊക്കെ നമ്മളുടെ കൈ കൊണ്ട് ഓരോന്ന് ഉണ്ടാക്കി കൊടുത്തിട്ട് അവർ സന്തോഷം കാണുമ്പോൾ നമ്മളുടെ മനസ്സും വയറും ഒക്കെ നിറയും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്കും കൂടി ചെയ്യാൻ മറക്കല്ലേ. കൂടുതൽ വീഡിയോസായിട്ട് അടുത്ത ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.